കൊടും കുറ്റവാളിയായ ഗോവിന്ദച്ചാമിയെ കണ്ണൂർ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിനു പിന്നാലെയാണ് ജയിൽ മാറ്റം. അതീവ സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ വാഹനത്തിൽ കയറ്റിയത്. പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് വാഹനത്തിലേക്ക് മാറ്റിയത്. അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയെന്ന തീരുമാനത്തിലേക്ക് ഇന്നലെ തന്നെ എത്തിയിരുന്നു. വിയ്യൂർ ജയിലിലെ ഏകാന്ത തടവിലായിരിക്കും ഗോവിന്ദച്ചാമിയെ താമസിപ്പിക്കുക. ഇവിടെ അന്തേവാസികൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണത്തിനും പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഭക്ഷണം നേരിട്ട് സെല്ലിൽ എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ആകെ ഉയരം. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റുമുള്ള മതിൽ. ഇതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുത വേലി. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവർ എന്നിവയാണ് വിയ്യൂരിന്റെ പ്രത്യേകത. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോഴുള്ളത് 125 കൊടും കുറ്റവാളികളാണ്. ആകെ 300 തടവുകാരാണ് ജയിലിലുള്ളത്. 535 തടവുകാരെ പാർപ്പിക്കാമെങ്കിലും 40 ജീവനക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നിലവിൽ റിപ്പർ ജയാനന്ദൻ, ചെന്താമര തുടങ്ങിയ കുറ്റവാളികളും വിയ്യൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. ഇന്നലെ പുലർച്ചെയായിരുന്നു ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ആരോ ഒരാൾ ജയിൽ ചാടിയെന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ടതിനു ശേഷം മാത്രമാണെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദച്ചാമിയാണ് ചാടിയതെന്ന് അറിഞ്ഞത്. ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്യമായ പരിശോധന ഇല്ലാതെയാണെന്നും ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്.